എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെല്ലാം എൻ്റെ ഒരു തോട്ടാണ്, എൻ്റെ ഒരു വ്യൂ ആണ്. ഞാൻ ആദ്യം പറഞ്ഞതും ഇന്ന് പറഞ്ഞതിൽ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ഞാൻ ലൂസിഫറെ കണ്ട് എൻജോയ് ചെയ്ത ഒരു സാധാരണക്കാരനാണ്. ഞാൻ വിചാരിച്ചു അത് ലൂസിഫറിൻ്റെ ഒരു സീക്വലാണ്, അത് എനിക്ക് പോകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു. മോഹൻലാലിനെ നന്നായി എനിക്കറിയാം. ഇന്ന് അവരെന്നെ പ്രൊഡ്യൂസർ തന്നെ അത് കട്ട് ചെയ്ത് റീസെൻസർ ചെയ്യാൻ പോകുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് അതിൽ കുറച്ച് ഒബ്ജക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടല്ല അവർ ചെയ്യുന്നത്, ഞാനല്ലല്ലോ പറഞ്ഞത് ചെയ്യാൻ. ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യണമെന്ന്, അവർ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നത് മോഹൻലാലിൻ്റെ ഫാൻസാണോ ജനങ്ങൾ കണ്ട ജനങ്ങളാണോ അവർ പറയുന്നു എന്നോട് ഇതിൽ കുറച്ച് ഒബ്ജക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ അന്ന് പറഞ്ഞു, MG രമേശ് ജി പിന്നെയും പറഞ്ഞു, ഞാൻ ഇന്നും പറയുന്നു, സിനിമയെ സിനിമയായിട്ട് കാണണം. സിനിമ ഹിസ്റ്ററിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ നടന്നാൽ ആ സിനിമ പൊളിയും. അതൊരു നാച്ചുറൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ, ഇനി എനിക്ക് കാണാനൊരു ആഗ്രഹമില്ല. അത് എൻ്റെ പേഴ്സണൽ വ്യൂ. കാണുന്ന ആൾക്കാർക്ക് കാണണം, അത് ഞാൻ കാണാൻ പോകുന്നില്ല. എന്നോട് പറഞ്ഞു എന്നാ അത് നിങ്ങൾ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ തർക്കിക്കാനൊന്നും പോകുന്നില്ല. അത് നിങ്ങളുടെ വ്യൂ ആയിരിക്കും. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഡിബേറ്റ് ചെയ്തോളൂ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു, മതി, കഴിഞ്ഞു. വേറെ എന്തെങ്കിലുണ്ടോ? ആവശ്യത്തോട് കേരളത്തിലെ എംപിമാർ അനുകൂലമായി പ്രതികരിക്കുമെന്ന് BJP കരുതുന്നുണ്ട്. അല്ല, എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള പവർ മാത്രമേ ഉള്ളൂ. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, മുൻപന്തൊക്കെ ജനങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. KCBC ഇന്നലെ അവർ പ്രസ് റിലീസ് ഇറക്കുന്നു, അവർ റിക്വസ്റ്റ് ചെയ്യുന്നു, അഭ്യർത്ഥിക്കുന്നു. വേറെ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഇതല്ല ശരിക്ക് ചെയ്യേണ്ട അവരുടെ ഒരു കടുമ. ജനങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാനല്ലേ MPമാരുടെ ഒരു ഡ്യൂട്ടി. അതാണ് KCBC പറയുന്നത്, അതാണ് ഞങ്ങളും പറയുന്നത്. അത് ഞങ്ങൾ റിയേറ്ററേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കോൺഗ്രസിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ സംബന്ധിച്ച് തർക്കങ്ങൾ നോക്കൂ, ഞാൻ ഇന്ന് പറഞ്ഞു, ഇതിൽ ഈ വഖഫ് ബില്ലിനെ ഒരു അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സിൻ്റെ പ്രിസ്മിൽ കൂടെ നോക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞങ്ങളെല്ലാവരുടെയും, മുൻപത്തെ ജനങ്ങളും അതാണ് പറയുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുന്ന നടക്കുന്ന പാർട്ടികൾ ഒന്ന് വായിക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഇന്നത്തെ ലോസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അൾട്രാ വൈറസ് ഒരു ലോ ഉണ്ടെങ്കിൽ അതിനെ കോൺസ്റ്റിറ്റ്യൂഷനെ അലൈൻ ചെയ്യണ്ടേ? അത് 10, 20, 30 കൊല്ലമായിട്ട് അത് അൾട്രാ വൈറസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇന്ന് നമ്മളത് കണ്ടുപിടിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് ജനങ്ങൾ സഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു MP ആവുമ്പോഴോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവുമ്പോഴോ ഒരു പ്രവർത്തകരാകുമ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു എററോ ആ ഒരു ഡിസ്റ്റോർഷൻ നമുക്ക് മാറ്റണം. അതല്ലേ അമെൻഡ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇതിനെ ഒരു മതത്തിൻ്റെ എഗെയിൻസ്റ്റായി ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ അഭ്യർത്ഥിക്കുന്നത്. അതിനെ ഈ അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സിൻ്റെ പ്രിസം കൂടെ നോക്കരുത്. ഇത് റിയൽ പീപ്പിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. മുനമ്പത്തിൽ ഇപ്പം നമ്മളെ പ്രവർത്തകരൊന്നുമല്ലല്ലോ അതൊരു റിയൽ ഇഷ്യൂ ആണ്. ആ റിയൽ ഇഷ്യൂവിന് ഒരു റിയൽ സൊല്യൂഷൻ ഉണ്ടാക്കണം. അതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതാണ് KCBC പ്രസ് റിലീസ് പറയുന്നത്. അത് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. അതേപോലെ തന്നെ താങ്കൾ ആദ്യമായിട്ട് പ്രസിഡന്റ് ആയ ശേഷം ആദ്യമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തുകയാണ് കേരളത്തിലെ, ഡൽഹിയിൽ നടത്തണം. BJPക്ക് കേരളത്തിലെ അജണ്ട എന്തായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ്? അത് ഞാൻ അന്ന് പറഞ്ഞത് കേട്ടില്ലേ, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അജണ്ട ഭയങ്കര ക്ലിയറാണ്. ഈ വികസിത് ഭാരതം ഉണ്ടാക്കുമ്പോൾ ഒരു വികസിത് കേരളം ഉണ്ടാവണം. ഇന്ന് വരെ ഒരു 70 കൊല്ലം 72 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റിപ്പോർട്ട് കാർഡ്, നമ്മുടെ നാടിൻ്റെ റിപ്പോർട്ട് കാർഡ് നോക്കുമ്പോൾ ആശാ വർക്കേഴ്സിന് കൊടുക്കാനുള്ള കാശില്ല, KSRT വർക്കേഴ്സിന് കൊടുക്കാനുള്ള കാശില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കാശില്ല, കടലാക്രമണത്തിന് തീരദേശത്തിൽ അവിടെ സീ വാൾസ് ഉണ്ടാക്കാൻ ഇൻവെസ്റ്റ്മെൻറ്റിന് കാശില്ല. നമ്മുടെ നാട്ടിൽ തൊഴിലോ അവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ യൂത്ത് കേരളം വിട്ടിട്ട് പുറത്തു പോകുന്നു.
നാട് വിട്ട് പുറത്ത് പോകുന്നു, രാജ്യം വിട്ട് പുറത്ത് പോകുന്നു. അതെല്ലാം നമുക്ക് മാറ്റണ്ടേ? ഞങ്ങളുടെ ഒരേ ഒരു ഒബ്ജക്റ്റ്, ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ കേരളയിൽ ഒരു മാറ്റം കൊണ്ടുവരണം, കേരളീനെ ഒരു വികസിത കേരളമാക്കണം. അതിന് ഞങ്ങൾ അധ്വാനിക്കും, ഞങ്ങളുടെ എജൻഡ പുട്ട് ഫോർവേഡ് ചെയ്യും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ജനങ്ങൾ തീരുമാനിക്കും.